പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ നിയന്ത്രണത്തിൽ. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നാളെയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുന്നത്. കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 കന്യാകുമാരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോംപ്ലക്സിലേക്കും അവിടെ നിന്ന് കാറിൽ സമീപത്തുള്ള പൂമ്പുകാർ ബോട്ട് ഹൌസിലെത്തി ബോട്ടിൽ സ്വാമി വിവേകാനന്ദ സ്മാരക മണ്ഡപത്തിലേക്കും പോകും. അവിടെയുള്ള സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. 3 ദിവസം അവിടെ താമസിച്ച് അവിടെയുള്ള ധ്യാന മണ്ഡപത്തിൽ ധ്യാനിക്കുകയും ചെയ്യും. തുടർന്ന് ജൂൺ 1 ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ മടങ്ങുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി സജയൻ ചേരുകയാണ് കന്യാകുമാരിയിൽ നിന്ന്. സജയൻ, എങ്ങനെയാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഒരുക്കങ്ങൾ ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ 6 ഘട്ടങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നാളെ 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തുന്നത്. നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെ വിമാനത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് 4:30 കന്യാകുമാരി ഗസ്റ്റ് ഹൌസ് കോംപ്ലക്സിൽ ഇറങ്ങുകയും അവിടെ നിന്ന് കാർ മൂലം പൂമ്പുകാർ ബോട്ട് ഹൌസിലെത്തി അവിടെ ബോട്ട് മൂലം കടലിൽ നടുവ് സ്ഥിതി ചെയ്യുന്ന സ്വാമി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് പുറപ്പെടും. നാളെ 30-ാം തീയതി അതേപോലെ 31, 1 3 ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാവുക. 30-ാം തീയതിയും 31-ാം തീയതി 1-ാം തീയതിയും വിവേകാനന്ദ സ്മാരക മണ്ഡപത്തിൽ ആദ്യം അവിടെ എത്തിയ അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷം 3 ദിവസം ധ്യാനത്തിൽ ഏർപ്പെട്ട ശേഷം ശനിയാഴ്ച അവിടെ നിന്ന് വൈകുന്നേരം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരികെ തിരുവനന്തപുരത്തെത്തി ഡൽഹിക്ക് പുറപ്പെടുന്ന പരിപാടിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ പൂർണ്ണമായും കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം, അതേപോലെ പൂമ്പുകാർ ബോട്ട് ഹൗസ്, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഇതെല്ലാം പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതുപോലെ മേഘം മൂടിയ ഒരു കാലാവസ്ഥയുടെ ആയതുകൊണ്ട് ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ഹെലിപാഡിലേക്ക് ഒരു പരീക്ഷണ പറക്കൽ സുരക്ഷയുടെ ഭാഗമായി നടത്തിയിരുന്നു. അതുപോലെ 1000-ലധികം ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകുന്നേരം മുതൽ കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം, ബോട്ട് ഹൗസ്, അതേപോലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് പരിസര പ്രദേശങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് പ്രധാനമന്ത്രി തിരികെ പോകുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ചെല്ലാനും അതേപോലെ പൂമ്പുകാർ ബോട്ട് ഹൗസ്, കന്യാകുമാരിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുന്നതിന് പൂർണ്ണമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. വലിയ സുരക്ഷയിലാണ് കന്യാകുമാരി ഉള്ളത്. വിനോദസഞ്ചാരികൾക്കും അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.